ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായി. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറിന് അടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി അറസ്റ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അവസരങ്ങൾ നൽകിയത് തന്ത്രിയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കടക്കം കൊണ്ടുപോവുക. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് തന്ത്രി ആദ്യത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളുടെ അടക്കം പ്രതികരിച്ചിരുന്നു. പിന്നാലെ നിർണായകമായ ചില തെളിവുകൾ, പോറ്റിയുമായി ബന്ധമുള്ള ചില തെളിവുകളടക്കം SIT സംഘത്തിന് ലഭിക്കുന്നു. അതിനുശേഷം വീണ്ടും വളരെ രഹസ്യമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയും പിന്നീട് ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ RB സനൂപ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായി. സനൂപ്, ഇപ്പോൾ 1.5 മണിക്കൂറിന് അടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ എന്നാണ് മനസ്സിലാക്കുന്നത്. SIT സംഘത്തിന്റെ അല്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ആരുടെങ്കിലും പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ? ജീന പറഞ്ഞതുപോലെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം മുൻ തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ഏകദേശം 1.5 മണിക്കൂറിന് അടുപ്പിച്ചേക്ക് ഈ ചോദ്യം ചെയ്യൽ എത്തിയിട്ടുണ്ട്. നേരത്തെ നോട്ടീസ് കൊടുക്കുകയും ഹാജരാവുകയും ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ആദ്യം ഈ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ശേഷം ഈ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരികയായിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ഒന്ന്, ഈ ശബരിമലയിൽ നിന്ന് എന്ത് വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകുന്നെങ്കിലും അതിന് ശബരിമല തന്ത്രിയുടെ അനുമതി വേണം. 2019 ദ്വാരപാലക ശില്പപാളികളിലെ ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികളും അതിനോടൊപ്പം തന്നെ ഈ കട്ടളയിലെ പാളികളും മറ്റുമൊക്കെ പുറത്തു കൊണ്ടുപോകുമ്പോൾ അതിന് തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരുടെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ അറസ്റ്റിലായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥരും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആദ്യം ഈ പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. അതിനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പത്മകുമാർ കൊടുത്ത മൊഴി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവർ എന്നായിരുന്നു മൊഴി. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചെങ്കിൽ അദ്ദേഹം നിഷേധിക്കുന്ന സമീപനമാണ് എടുത്തത്. ശബരിമലയുടെ പുറത്തേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അനുമതിയല്ല കൊടുത്തത്, അത് അറ്റകുറ്റപ്പണിക്ക് അനുമതി കൊടുത്തു എന്ന് മാത്രമാണ് അദ്ദേഹം അന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. അതിനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, പക്ഷേ ശബരിമലയിലേക്ക് എത്തിച്ചത് താനല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം നൽകിയത്. ഇതിനുശേഷം മാധ്യമങ്ങളോടടക്കം ഇക്കാര്യങ്ങൾ തന്ത്രി കണ്ഠരര് രാജീവര് പറയുകയും ചെയ്തു. അതിനിടയിൽ തന്നെയാണ് പല ചിത്രങ്ങളും പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രി കണ്ഠരര് രാജീവർ നിൽക്കുന്നതും അതിനോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം, അദ്ദേഹം അന്ന് നൽകിയിട്ടുള്ള മൊഴി, ഇതെല്ലാം കൂടി വിശകലനം ചെയ്ത ശേഷമാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതൻ, അത് തന്ത്രിയാണ്, അന്നത്തെ കണ്ഠരര് രാജീവ് മോഹനരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യൽ കൂടി നടക്കുകയാണ്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പുറത്തു കൊണ്ടുപോകും. പിന്നെ നേരെ കൊല്ലം കോടതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും. ഈ റിമാൻഡ് റിപ്പോർട്ടും അതിനോടൊപ്പം പോലീസ് കൊടുക്കുന്ന കസ്റ്റഡി അപേക്ഷയും, ഇതിൽ രണ്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് അതിനുശേഷം മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ. അതിലായിരിക്കും ഇദ്ദേഹത്തിന്റെ പങ്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ 2 റിപ്പോർട്ടിലുമായിരിക്കും. എന്നാൽ പോലും ഈ ഒന്ന് അറിയേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചേർന്ന് ഇതിൽ ഗൂഢാലോചന, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം അടിച്ചു മാറ്റിയതിലും അദ്ദേഹത്തിന് പങ്കുണ്ടോ, ഗൂഢാലോചനയിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ടോ, ഈ 2 കാര്യങ്ങളും പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അതിനോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അത് ഏത് രീതിയിലാണ്, അവിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്താൻ വേണ്ടി ഈ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോവുക. കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമായിരിക്കും ശക്തമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോവുക. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ അദ്ദേഹം തന്നെ മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ള വിശദീകരണം, അതിന്റെയൊക്കെ തന്നെ ഓരോ വരികളും ഇഴകേറി പരിശോധിച്ച് അതേ ചോദ്യം തന്നെ, അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നോ അതേ രീതിയിലുള്ള ചോദ്യം തിരിച്ചു ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് വ്യക്തത നേടുക എന്നുള്ളതാണ് നിലവിൽ മുമ്പിലുള്ളത്.
എ പത്മകുമാർ അറസ്റ്റിലായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടക്കം മുതൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ദൈവതുല്യനായിട്ടുള്ള ഒരാൾക്ക് ഇതിൽ പങ്കുണ്ട്. ആ ദൈവതുല്യനായിട്ടുള്ള ആൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യം തുടക്കം മുതൽ പറയുകയും ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പോലും ഈ ദൈവതുല്യനായിട്ടുള്ള ആൾ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്തായാലും അത് തന്ത്രിയായിരുന്നു എന്നായിരുന്നു ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശബരിമലയിലെ തന്ത്രിയെ ദൈവത്തിന്റെ ആൾരൂപമായിട്ടാണ് ഈ ശബരിമല വിശ്വാസികൾ കരുതുന്നത്. അദ്ദേഹം ആണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട ഈ താന്ത്രിക കാര്യങ്ങളിലും അതേപോലെ തന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ബോർഡ് എടുത്താൽ പോലും അതിൽ ഈ പറയുന്ന തന്ത്രിയുടെ ഒരു അനുമതി വേണം എന്നുള്ള കാര്യം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അത് ബോർഡ് മാത്രം എടുത്ത തീരുമാനമല്ല. അതിൽ അന്നേ തന്നെ ഈ അറസ്റ്റിലായിട്ടുള്ള 10 പേരും മൊഴി നൽകിയിട്ടുള്ളത് തന്ത്രിയായിരുന്ന കണ്ഠര രാജീവർ കൂടി അറിഞ്ഞ ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് തന്നെയാണ്. ഈ പറയുന്ന പോലെ ഇത് യാദർച്ഛികമായിട്ട് അദ്ദേഹം അനുമതി കൊടുത്ത് വിട്ടതാണോ, അതല്ല ഗൂഢാലോചന നടത്തി ഇത് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി തന്നെ അദ്ദേഹവും ശ്രമിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വ്യക്തത വരുത്തേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളാണ് അദ്ദേഹത്തോട് വിശദമായിട്ട് ചോദ്യം ചോദിക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇതിന്റെ അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഏറ്റവും ഉന്നതനായിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള മുൻ തന്ത്രിയായിട്ടുള്ള രാജീവരെ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.